എനിക്കൊന്ന് മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ഡിബേറ്റും ഇങ്ങനെ ഒരു ചർച്ചയും ആദ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ആരാണ് ശരിക്കും സീനിയേഴ്സ്, ആരാണ് ശരിക്കും ജൂനിയേഴ്സ്? അവർ സീനിയേഴ്സ്, ഞങ്ങൾ സീനിയേഴ്സ്. നമ്മൾ മനസ്സുകൊണ്ട് എപ്പോഴും ജൂനിയേഴ്സാണ്. മനസ്സുകൊണ്ട് ലുക്കും ഉണ്ട്. അത് നിങ്ങൾ പറയണം, ഞാൻ പറയില്ല. നമ്മളൊരിക്കലും. ആ കാലഘട്ടത്തിൽ ലിവിങ് ടുഗദറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മലയാള ഈ പ്രസ്താവനയോട് നിഷേധിക്കുന്നോ അതോ സ്വീകരിക്കുന്നോ? ഉറപ്പായിട്ട് നിഷേധിക്കും. അശോകൻ മലയാളത്തിലെ ഒരു സിനിമാ നടിയുമായിട്ട് ബന്ധപ്പെടുത്തി അശോകന്റെ ഒരുപാട് ഗോസിപ്പ് വന്നിട്ട് എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. അവരിന്ന് നല്ല രീതിയിൽ വിവാഹം കഴിച്ച് കഴിയുന്നു ചെന്നൈയില്. സോറി, അയ്യോ, അശോകേട്ടന്റെ തനി ചായയുള്ള ഒരു 5-6 ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അശോകേട്ടൻ ചായ അല്ല എന്തോ ഒരു ഇവരമില് പ്രേമല്ലായിരുന്നു, ഇവര് അടുപ്പായിരുന്നു. അതല്ല, അടുപ്പായിരുന്നു. സുധീഷ് ഡയറക്ട് ചെയ്തു ഒരു. അയ്യോ, ഇതെങ്ങോട്ടാ പോകുന്നത്? അങ്ങനെ മോശപ്പെട്ട ഒരു കാര്യം എവിടെയെങ്കിലും വന്നാൽ സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞാൽ വിനീത് അതിന് മറുപടി കൊടുക്കില്ല. വിനീത് പോയി സ്വന്തം മുറിയിൽ കുറ്റിയിട്ടിട്ട് ഒരു ഡാൻസ് കളിക്കും. വേർത്ത് കുളിച്ചിട്ട് വീണ്ടും വന്നിട്ട് മനോജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഒരു പാട്ട് പാടി പ്രേമം അവസാനിപ്പിക്കും. ഏത് പാട്ടെന്നൊന്നും പറയാനില്ല. ഇല്ലായിരുന്നു പാട്ട് നോക്കിയിട്ട് ഒരു പാട്ട് പാടും, തീർന്നു. അതോടുകൂടി തീർന്നു. പാട്ട് പാടിയിട്ട് അതെടുത്ത് വയ്ക്കും, കഴിഞ്ഞു, പൊക്കൂടെ. പക്ഷെ വേറെ പേരുണ്ട്, വിനീതാണെങ്കിൽ ഒരു ബോണസ് കൂടെ കിട്ടിയെന്നെ, ഒരു ചെറിയ ഡാൻസ് ഇടും. പാട്ടിൽ ഒതുങ്ങി അത് ഒരു ചെറിയ ഡാൻസും കൂടെ. കുറഞ്ഞത് ഒരു പ്രേമം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എത്ര രൂപ വേണ്ടി വരും? ഒരു 1.5 ലക്ഷം രൂപ വേണ്ടി വരും പെർ മന്ത്. കറക്റ്റ് ആയിരിക്കും. 1.5 ലക്ഷം രൂപയല്ലേ? അതിനുവേണ്ടി മാത്രം മാറ്റി വയ്ക്കാറുണ്ട് ഫണ്ടില്. ഈ പറയുന്ന പോലെ ഞങ്ങളൊക്കെ വിട്ടിട്ട് ഒരു മനസാക്ഷിയില്ല UK ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് ഫോൺ ചെയ്യും. ഞാനും അശോ വീണ്ടും പോയില്ലേ? ഞാൻ പറയും അശോന്റെ അടുത്ത്, അശോ വൈഫിന്റെ അടുത്തല്ലേ. അല്ല എന്നാലും അത് ഇന്നത്തെ പ്രേമത്തിന് ഏറ്റവും വലിയ സൗകര്യം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിൽ വെച്ച് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇന്നത്തെ പ്രേമത്തിന് ഏറ്റവും വലിയ പാര എന്ന് പറഞ്ഞാൽ CCTV. ഇവർക്ക് ഓരോരുത്തർക്കും എന്ത് ടൈറ്റിൽ കാർഡ് നിങ്ങൾ കൊടുക്കും? ആദ്യത്തെ പടത്തിന്റെ പേര് തന്നെ പെരുവഴി സ്റ്റാർ. അതിനൊക്കെ അമ്പലം സ്റ്റാർ. സുധീഷ് ചേട്ടനോ? സുധീഷയുടെ കോളേജ് സ്റ്റാർ. കോളേജ് സ്റ്റാർ. ജഗദീഷ് ചേട്ടൻ എവർ റോളിംഗ് ട്രോഫി. മനോജ് ചേട്ടൻ സെൻസേഷണൽ സ്റ്റാർ. സെൻസേഷണൽ സ്റ്റാർ. അത് കൊള്ളാം. ഓക്കെ, വിനീത് ഡാൻസിംഗ് സ്റ്റാർ. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും. അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ. ധീരൻ എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾ ആദ്യം ടീസർ ഇറക്കിയ സമയത്ത് തന്നെ ഈ ഒരു ചർച്ച മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് സിനിമ നിങ്ങൾ തുടങ്ങിയത്. എനിക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഫോട്ടോഷൂട്ടിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് തന്നെ സംവിധായകനോട് തന്നെ ചോദിക്കാം, നിങ്ങളുടെ ടീമിനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഒരു മുൻഗണന അവർക്ക് കൊടുത്തുകൊണ്ട് തന്നെ ചോദിക്കുക, ഇത് ശരിക്കും ആരുടെ സിനിമയാണ്? ഇത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും യൂത്തന്മാരാണ് സിനിമയിൽ. ഇപ്പോൾ ധീരൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ ക്യാരക്ടർ രാജേഷ് ഏട്ടനാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു രാജേഷ് ഏട്ടനൊക്കെ കൂടുതൽ സ്ക്രീൻ സ്പേസ് ഒക്കെ ബാക്കിയുള്ളവർക്കാണ്. എന്നാൽ രാജേഷ് ഏട്ടനെ ബേസ് ചെയ്താണ് കഥ മൊത്തം പോകുന്നത്. എല്ലാവരും അവരുടെ ക്യാരക്ടർ വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ പെർഫോമൻസ് വൈസ് ആണെങ്കിലും അത്രയും എനർജിയോടെ അല്ലെങ്കിൽ അങ്ങനെ യൂത്ത്ഫുള്ളായിട്ടാണ് പടത്തിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എല്ലാവരും യൂത്തന്മാരാണ്. എല്ലാവരും യൂത്തന്മാരാണ്. അതാണ് പോയിന്റ്. ജയേഷേട്ടാ പറയൂ. എന്നെ സംബന്ധിച്ചിടത്തോളം സീനിയർ ജൂനിയർ എന്നുള്ള വ്യത്യാസമില്ല. ഈ ഭാഗത്തിരിക്കുന്ന ഞങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ് കൂടുതലുള്ളവരാണ്. അത് അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ട്. അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടില്ല, കാരണം ഞങ്ങളെക്കാളൊക്കെ വളരെ ലേറ്റ് ആയിട്ട് വന്നവരാണ്. അപ്പോൾ ആ എക്സ്പീരിയൻസിൻ്റെ കുറവ് അവരുടെ അഭിനയത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഈ ചിത്രത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീസൺഡ് ആർട്ടിസ്റ്റുകളായിട്ടാണ് അവരെല്ലാം
പെർഫോം ചെയ്തിട്ടുള്ളത്. ആ കാര്യത്തിൽ ഈ തലമുറയെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമാണ്. കയ്യടി. അല്ല, ആദ്യം ഞങ്ങൾ ഇങ്ങനെ സ്നേഹത്തിൽ എപ്പോഴും തുടങ്ങി. നമ്മളെപ്പോഴും തുടങ്ങാറുള്ളത്. പക്ഷെ ദേവൻ പറഞ്ഞു കേട്ട് രാജേഷ് ചെറിയ ഷോക്കിലാ. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. രാജേഷിന്റെ സ്ക്രീൻ സ്പേസ് കുറവാണ്. അല്ല, രാജേഷ് ഏട്ടൻ ഈ പടം ചെയ്യാൻ നേരത്ത് നമ്മൾ കഥ പറയുന്ന സമയത്ത് രാജേഷ് ഏട്ടൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് അവര് ധീരെന്നുള്ള പേരൊക്കെ ഞാൻ താങ്ങണ്ടേ. ഇത്രയും പേരുണ്ടായിരുന്നില്ലേ സപ്പോർട്ട് ചെയ്യാൻ? ഓ പിന്നെ അല്ല, മറ്റേ എനിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയത്. അതെ അതെ. ഞാനൊരു ചോദ്യം, ഈ നിങ്ങളുടെ ഒരു കാലഘട്ടം ചിന്തിക്കുകയാണെങ്കിലും ഇപ്പോഴത്തെ ഇവരുടെ ഒരു കാലഘട്ടം ചിന്തിക്കണം, വലിയ വ്യത്യാസമില്ല, എന്നാലും നമ്മളൊരു ജൂനിയർ ടീമിനെന്ന് ചിന്തയിൽ നിൽക്കുകയാണെങ്കിൽ ഏതൊരു കാലഘട്ടത്തിലാണ് ധീരന്മാർ കൂടുതലായിട്ടുള്ളത്? കഥാപാത്രങ്ങളാണോ സൊസൈറ്റി പരമായിട്ട്? സൊസൈറ്റി പരമായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ചോദിക്കുകയാണ്, ഇവരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അശോകന്റെ ഒരു ധൈര്യം നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഏത് കാര്യത്തിനായിരുന്നാലും നിങ്ങൾ ഇപ്പൊ പറയുകയാണെങ്കിൽ തലവത്തിന് നിൽക്കാൻ പറഞ്ഞാൽ അശോകൻ നിൽക്കും. അല്ല, ഈ ഉത്തരം പറഞ്ഞാലും ജൂനിയേഴ്സ് 2 സീനിയേഴ്സ് 0 ആരെങ്കിലും ഉണ്ടോ? അശോകട്ടെ ഞങ്ങളുടെ കൂട്ടത്തിൽ അയക്കാൻ പോലും പ്രശ്നമൊന്നുമില്ല. അതാ നിങ്ങൾ മാറ്റേണ്ടി വരും. അതാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് പ്രൊജക്ട് ചെയ്യാനുള്ള ഒരാളാണ്. അശോകൻ എന്തോ പറയാനുണ്ട്. പറയട്ടെ, അശോകനാണ് ഞങ്ങളുടെ തുറക്കം ഇട്ടത്. പറഞ്ഞു, ഏത് കാലഘട്ടത്തിലാണ് ശരിക്കും ധീരന്മാരുള്ളത്? എനിക്ക് ധീരത ഉണ്ടായത് ജഗദീഷിന്റെ കൂടെ നിന്ന്. ജഗദീഷ് ഏത് കാലത്ത് ഇട്ടാലും അവിടെ വെള്ളത്തിൽ പൊങ്ങി വയ്ക്കും. ഞാൻ നേരത്തെ പൂച്ചയെടുത്തെറിഞ്ഞ 4 കാലം ഒന്ന് വീഴുന്നു. ഞങ്ങൾ നേരിട്ട് കണ്ട ആൾക്കാർ ലൊക്കേഷൻ സമയത്ത് ആ ധീരത എങ്ങനെ കൈവന്നു എന്നുള്ള കാര്യം. രാവിലെ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും പരസ്പരം അന്വേഷിക്കുകയാണ് ചെയ്യുക. എവിടെയാണ്? ജഗദീഷ് ഏട്ടൻ ചോദിക്കും, അശോകട്ടൻ വന്നോ ചോദിക്കും, അശോകട്ടൻ ചോദിക്കും, ജഗദീഷ് വന്നോ ചോദിക്കും. നമ്മളവർക്ക് എന്ത് സ്നേഹമാണ്. അതല്ല, വേറെ കലപരിപാടി ആദ്യം സ്നേഹത്തിൽ തുടങ്ങി. പിന്നെ അതിന് വേറൊരു കാര്യമുണ്ട്, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഇതിന് മൂർച്ച കൂട്ടി കൊടുക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മനോഹരൻ അതിനകത്തൊരു ആനന്ദം കണ്ടെത്തുന്നുണ്ട്. ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ഡയറക്ടർ മനോജിനിട്ട പേര് നാരദനാണ്. ഞാൻ പറയുന്നത് നാരദനല്ല, ചാണക്യനാണ്. ജഗദീഷിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ലൈഫിൽ ഏത് ഭൂതത്തിനെ പ്രേതത്തിന്റെ കൂടെ നിൽക്കും. എന്തും നേരിടാനുള്ള ശക്തി. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇനിയിപ്പോ ജഗദീഷ് ചേട്ടനെയും കൂടി ഞങ്ങളുടെ ടീമിലേക്ക് എടുക്കുന്നതല്ലേ നല്ലത്. ശരി, സിദ്ധാർത്ഥേട്ടാ പറയൂ, ആർക്കാണ് ധൈര്യം കൂടുതൽ ശരിക്കും? ഏതിന് ഈ സെറ്റിൽ ഏറ്റവും കൂടുതൽ ധൈര്യം എനിക്ക് തോന്നുന്നു CS എന്റർടൈൻമെന്റിനും പിന്നെ മറുപടി. അതെ, പ്രൊഡ്യൂസർ തന്നെ പറയൂ, നിങ്ങൾക്ക് ഇത്രയും ധീരത എവിടെ നിന്ന് കിട്ടി? അത് ദേവനിലുള്ള ഒരു വിശ്വാസത്തില് അധീരമായിട്ടൊരു സ്റ്റെപ്പ് എടുത്തു. പിന്നെ ഉറപ്പായിട്ടും ദേവനാണ് കാസ്റ്റിംഗ് എല്ലാം പ്ലാൻ ചെയ്തത്. ആക്ച്വലി നമ്മുടെ അടുത്ത് സജസ്റ്റ് ചെയ്തതൊക്കെ. പിന്നെ ഉറപ്പായിട്ട് അശോക് ചേട്ടൻ, സുധീഷ് ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, മനോജ് ചേട്ടൻ, വിനീത് ചേട്ടൻ എന്നുള്ള പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിലൊരു രണ്ടാമതൊന്നും ചിന്തിക്കാനില്ല. പിന്നെ പറയാനായിട്ടില്ല ഞങ്ങൾ ചിന്തിച്ചത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് ആരുടെ കാര്യത്തിലാണ്? പിന്നെ ചിന്ത മാറി പടം കഴിഞ്ഞപ്പോഴേക്കും. ഇപ്പൊ ഇതില് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്ലസ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദേവന്റെ പുതിയ ചിന്തകളുടെ കൂടെ ഞങ്ങൾ നിൽക്കും. പഴയ ചിന്തകളുടെ കൂടെ എവര് നിൽക്കൂ? നിൽക്കാൻ പറ്റില്ല. അതാണ് പുതിയ ചിന്തകളുടെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. പഴയ ചിന്തകളുടെ കൂടെ പഴയ രീതിയിൽ പിന്നെ ഞാൻ നിൽക്കാം. ചേട്ടൻ ഒരു ചിന്ത പറഞ്ഞല്ല, പഴയത് തന്നെയാണ് പൊടി തട്ടി പുതിയതാക്കുന്നത് അല്ലേ? അപ്പൊ പഴയ ചിന്ത പുതിയ ചിന്ത ഒന്നല്ലേ? ഞങ്ങളെ ടീം പഴയത് നിങ്ങൾ പൊടി തട്ടി പുതിയതാക്കുന്നത്. പഴയതിലോട്ട് ടീം മാറിപ്പോയി. പഴയതിലോട്ട് പോകാൻ പറ്റില്ല. ഉദാഹരണത്തിന് ടെക്നോളജി എന്ന് പറയുന്ന കാര്യം ഇപ്പൊ നമ്മള് പുതിയ രീതിയിലാണ്, ഇപ്പൊ ഡിജിറ്റലാണ് അല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ ഫിലിം മേക്കിംഗിൽ ഫിലിം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ പഴയതാണെങ്കിൽ ഫിലിമാണ്. ഇനി ആ ഫിലിം ടെക്നോളജി വരാൻ സാധ്യത കുറവാണ്. അയ്യോ ഉണ്ട്, ഇപ്പോഴും കൊടാക്ക് ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ അവിടുത്തെ ഏറ്റവും വലിയ എക്സ്പെൻസീവ് രീതിയിലാണ് ഫിലിം മേക്കിംഗ്. ഇവിടുത്തെ ഒരു സാധാരണക്കാരൻ ഇനി ആലോചിക്കാൻ പറ്റില്ല.
ഇനി ആലോചിക്കാൻ പറ്റില്ല. സതീഷ് ഒരു പടം ഫിലിം വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാണോ? നടക്കില്ല. ഇനി നടക്കില്ല. അവിടെ ഹോളിവുഡിൽ നടക്കും. അത് ഹോളിവുഡിലെ പാഷൻ കൊണ്ടാണ്. കാരണം വെച്ചാൽ ഈ ഡിജിറ്റൽ ഒന്നും അല്ല, റിയൽ കളർ കിട്ടണമെങ്കിൽ ഫിലിം. അതും ഒരാളോ രണ്ടാളോ പറയുള്ളൂ. നമ്മൾ ടെക്നോളജി മാറിക്കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഓരോരുത്തരുടെ ഒരു സിനിമ പറ. അതിനറിയാം ഏതായാലും നിങ്ങൾ പടം കണ്ടിട്ടുണ്ടോ അറിയാനാ ഓരോരുത്തരും പറ. അശോകന്റെ തുടങ്ങാം. അശോകേട്ടന്റെ തുടക്കം പെരുവഴിയമ്പലം, പ്രണാമം. സുധീഷേട്ടന്റെ എല്ലാ കോളേജ് ചിത്രങ്ങളും തീർച്ചയായിട്ടും. എത്ര കോളേജ് സിനിമകൾ അഭിനയിച്ചു? എണ്ണം പറയാൻ പറ്റില്ല. കാരണം മിക്കവാറും പുതിയ നായകന്മാരൊക്കെ വരുമ്പോ അവർ കോളേജ് സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പൊ അവരൊക്കെ കൂട്ടുകാരനായിട്ട് ഞാൻ തന്നെയാണ് മിക്കവാറും. നായകന്മാരുടെ എല്ലാം കൂട്ടുകാരനായിട്ട് സുധീഷ് അഭിനയിച്ചിട്ടുണ്ട്. സുധീഷിന്റെ കൂട്ടുകാരനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ജയതീഷേട്ടന്റെ ഒരു സിനിമ മുഖമുദ്ര. ശരി. തിലകൻ ചേട്ടൻ്റെ കൂടെ ഉള്ള ഫിലിം. ഓക്കെ. മനോജേട്ടന്റെ ഇൻ ഹരിയർ നഗർ ജഗദീഷ്. മറ്റേ രോമം നോക്കുന്ന ഒരു സീനുണ്ട്, എഴുന്നേറ്റ് വരുന്നത് കണ്ടോ? പിന്നെ നമ്മള് സ്ഥിരമായിട്ട് സെറ്റിൽ പറഞ്ഞുകൊണ്ടിരുന്ന ജഗദീഷൻ നമ്പർ 20 മദ്രാസ് അല്ല, നമ്പർ 20 മദ്രാസയിൽ അകത്തേക്ക് വരാമോ? പെരുവണ്ണാമരത്തെ വിശേഷങ്ങളുണ്ട്. അതിനകത്ത് പോലീസ് SI അപ്പൊ അവിടെ നിന്നിട്ട് ഇതെന്റെ ഒരു പ്രസ്റ്റീജ് വിഷയമാണ്. അപ്പൊ മാമുക്കയൊക്കെ വരുമല്ലോ, PCP അല്ല ജീപ്പൊക്കെ ഉണ്ടേ, വാറണ്ടുണ്ടോ? വാറണ്ട് ഇല്ലല്ലോ, പറ്റില്ലല്ലോ. മനോജേട്ടന്റെയോ? മനോജേട്ടന്റെ സർഗം തൊട്ട്, സർഗമാണ് ഞാൻ ഫസ്റ്റ് എടുത്ത് പറയുന്നത്. രണ്ടുപേരുടെയും ദിഗംബരൻ കൾട്ട് ക്ലാസ്. പിന്നെ ഇത് ഉടയോനിലെ ക്യാരക്ടർ ഭയങ്കര ചെറുപ്പത്തിൽ കണ്ടോണ്ട് എനിക്ക് സമ്മാനം ഭയങ്കര ഇഷ്ടം. അതെ 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 അതെ. വിനീതേട്ടന്റെ മാനത്തെ വെള്ളിത്തേര് സർഗം മേഘത്തിലെ വില്ലൻ ഭയങ്കര വില്ലനാണെങ്കിൽ പോലും ഇപ്പോഴും നമ്മുടെ മനസ്സിലത് നമുക്കൊരു ദേഷ്യം വരുന്ന ക്യാരക്ടറാണ്. അതെ, എന്റെ പേര് തന്നെയാണ് ആ കഥാപാത്രം, ജയകൃഷ്ണൻ തന്നെയാണ് മനേട്ടാ. ആത്മാർത്ഥ പ്രണയം ആ കാലഘട്ടത്തിലാണോ അതോ ഈ കാലഘട്ടത്തിലാണോ ശരിക്കും? ആ കാലഘട്ടത്തിലാന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ട് എല്ലാ കാലത്തും പ്രേമമില്ല? നല്ല കവിതാക്കളില്ല മനോജേട്ടാ, അന്ന് അങ്ങനെ ഒരു നമ്മളില്ലേന്ന്. അതെന്താ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഈ പ്രേമം ആ കാലഘട്ടത്തിലാണ് എന്ന് പറയാനുണ്ടായ കാരണം? കാരണം എനിക്ക് ഒരുപാട് വൺവേ പ്രണയങ്ങളായിരുന്നു. ഈ ധീരത എനിക്കില്ല ആ കാര്യത്തിൽ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പിള്ളേരാണ് ആ കാര്യത്തിൽ. പക്ഷെ ഞാൻ പോയിട്ട് ആ കുട്ടിയോട് പോയി എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറയാനുള്ളൊരു ചങ്കൂറ്റം എനിക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ അത്തരം കാര്യത്തിൽ ഒട്ടും ധീരത ഇല്ലാത്ത ആളായിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷെ അവരൊക്കെ എന്നോട് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഒരു വാക്ക് അവർ പ്രതീക്ഷിച്ചിരുന്നു, അത് പറയാനുള്ള സാഹചര്യം. അതാണ് ആത്മാർത്ഥത അല്ലേ? അതാണ് എന്റെ ആത്മാർത്ഥത. ആ പ്രണയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ശരിക്കും പറയുകയാണെങ്കിൽ ശരിക്കും പറയണ്ട. അതായത് പ്രേമിക്കാനുള്ള അന്നത്തെ കാലത്തുള്ള കഷ്ടപ്പാടെന്ന് പറഞ്ഞ ഭീകരമാണ്. ഇന്ന് വളരെ ഈസി അല്ലേ പ്രേമിക്കാൻ? കണ്ട് അയാൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയാൻ നമുക്കുള്ള വ്യഗ്രത, അതിനെടുക്കുന്ന സമയം, കാണാനുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ആനന്ദം. പ്ലാറ്റ്ഫോം ഉണ്ട്. ഇന്നത്തെ പ്രേമത്തിന് ഏറ്റവും വലിയ സൗകര്യം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിൽ വെച്ച് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇന്നത്തെ പ്രേമത്തിന് ഏറ്റവും വലിയ പാര എന്ന് പറഞ്ഞാൽ CCTV. കമ്മിറ്റ്മെന്റ്സ് കുറഞ്ഞിട്ടുണ്ട് പ്രണയത്തിന്. കമ്മിറ്റ്മെന്റ്സ് ഇല്ല, ഒരിക്കലും ഇല്ല. അന്നത്തെ കമ്മിറ്റ്മെന്റ്സ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് കമ്മിറ്റ്മെന്റ്സ് കുറച്ച് കൂടുതലാണെന്ന് ഞാൻ. അല്ല, കമ്മിറ്റ്മെന്റ് ശരിക്കും കമ്മിറ്റ്മെന്റ്സ് അന്നാണ് വസ്തുത. ആത്മാർത്ഥമായ ഒരു പ്രണയം പറഞ്ഞ അന്നായിരുന്നു.
അശോകൻ എന്തുകൊണ്ടാണ് കാലത്ത് മലയാളത്തിലെ ഒരു സിനിമാ നടിയുമായിട്ട് ബന്ധപ്പെടുത്തി അശോകന്റെ ഒരുപാട് ഗോസിപ്പ് വന്നിട്ടുണ്ട്. അശോകൻ തന്നെ അറിയാം. ഒരുപാട് ഗോസിപ്പുകൾ വന്നിട്ടുണ്ട്. തമാശ പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് ഞാൻ ഒരുപാട് പേര് ഇങ്ങനെ ആ സിനിമയുടെ പേര് പറയുന്നത് ശരിയല്ല. അവര് വളരെ നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുക. അവരുടെ പേര് പറയുന്നത് ശരിയല്ല. പക്ഷെ ആ പ്രണയത്തിന്റെ വാർത്തകൾ കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. അശോകൻ അങ്ങനെ ഒരു പ്രേമം ഇല്ലായിരുന്നു. ഇല്ല, ഇത് ഗോസിപ്പായിരുന്നു. അശോകൻ അങ്ങനെ ഒരു പ്രേമം ഇല്ലായിരുന്നു. അവരിന്ന് നല്ല രീതിയിൽ വിവാഹം കഴിച്ച് കഴിയുന്നു. എത്ര പേരാണ് ചെന്നൈയില്? സോറി, അയ്യോ ചെന്നൈയിൽ എത്രയോ ആൾക്കാർ അത് അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമല്ലായിരുന്നു. പക്ഷെ ഗോസിപ്പ് കല്യാണം അവർ കഴിച്ചു. അല്ലല്ല, അവര് ഗോസിപ്പ് ഇല്ലാത്തൊരു പ്രേമം. ഞാൻ അശോകന്റെ അടുത്ത് അശോകൻ എന്ത് ചെയ്യാം, ഇങ്ങനെ ഗോസിപ്പ് വന്നിട്ടില്ല, ആൾക്കാർ എഴുതുന്നില്ല. അശോകൻ എന്ത് ചെയ്യാൻ ജഗദീഷ്, എനിക്ക് അങ്ങനെ ഒന്നുമില്ല, അവർക്കും എന്നോടില്ല. പക്ഷെ ഇങ്ങനെ ഗോസിപ്പ് ഞാൻ പറഞ്ഞു എനിക്ക് സങ്കടം തന്നു. എനിക്കും നമ്മൾ രണ്ടും കുറെ നേരം ഇരുന്ന് കരഞ്ഞു. ഈ പരദൂഷണത്തിന്റെ കാര്യം പറയുമ്പോ സോഷ്യൽ മീഡിയ ഈ കാലഘട്ടത്തില് പരദൂഷണം കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, കൂടുതലെടുത്ത് കാണുന്നേ ഉള്ളൂ. ചോദിച്ചത് അല്ല, വരുന്നേ ഉള്ളൂ. പണ്ട് ഈ പരിപാടിയിലൂടെയെങ്കിലും ഈ സത്യം വെളിയിൽ വന്നില്ലേ? അതെ, ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എന്നുള്ള പറയാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. എന്റെ അന്നത്തെ സങ്കടം ഇപ്പം മാറി. കാല നിയോഗമായിരിക്കാം. പക്ഷെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത്. അല്ല, ഇപ്പൊ ഒരു മിനിറ്റ്, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി. ജഗദീഷ് പാരയാണ് മനസ്സിലായി. ഞാൻ തുറന്നു പറഞ്ഞു ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. പ്രേമം ഇല്ലായിരുന്നു. അതിന്റെ ഒരു ക്ലാരിറ്റി എന്താ ശരിക്കും ഈ പറഞ്ഞ പ്രേമത്തിന്റെ ക്ലാരിറ്റി? അതിന് ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ചിലപ്പോ ഒരു വിഷയമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനൊന്നുമില്ല. സുധീഷന്റെ ലൈഫിൽ വന്നിട്ടൊരു ഗോസിപ്പ് എന്താന്നല്ലേ? സുധീഷിന്റെ ഒരു സംഭവം ഇതേപോലെ സുധീഷിനെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതിന്റെ ഒരു ഹിന്റ് മാത്രം ഞാൻ പറയാം. സുധീഷ് കേട്ടാ ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു ചൂടുവെള്ളം. അതെന്താണ് സുധീഷ് തന്നെ പറയട്ടെ. ഞാൻ ഇനി പറഞ്ഞ എനിക്ക് പരദൂഷണം എന്ന് പറഞ്ഞ ആരോപണം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. സുധീഷ് പറയട്ടെ. ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ ഭാര്യ ഞാൻ പറയൂല. പക്ഷെ അതും ഈ പറയുന്ന പോലെ ഗോസിപ്പാട്ടോ, വെറുതെ അതൊക്കെ ജഗദീഷേന്റെ കഥകളാ. നേരത്തെ പറഞ്ഞ പോലെ ഇവരമില് പ്രേമല്ലായിരുന്നു, ഇവരമില് അടുപ്പമായിരുന്നു. അതല്ല, അടുപ്പമായിരുന്നു. കാരണം വെച്ചാൽ സുധീഷ് ഡയറക്ട് ചെയ്തു ഒരു. അയ്യോ, ഇതെങ്ങോട്ടാ പോകുന്നത്? അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ജഗദീഷ് ഉണ്ടാക്കിയ ഒരു കഥയിൽ പെട്ടതാണിത്, അത്രേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ ഈ സമയത്ത്? ചൂടുവെള്ളം കാണുമ്പോ പേടിക്കാറുണ്ടോ? ചൂടുവെള്ളം കാണുമ്പോ പേടിക്കുമ്പോ ചൂടുവെള്ളം ജഗദീഷേട്ടൻ ഓർമ്മ വരെ. ജഗദീഷ് പറയും ചൂടുവെള്ളം എടുത്തോളൂ കേട്ടോ എന്ന് പറയും. അതായത് ഈ പറയുന്ന ആ നടിയായിട്ട് കല്യാണം കഴിച്ചാൽ ഞാൻ പറയും സുധീഷേ വേറൊരു കാര്യമുണ്ട്, അവരെ കല്യാണം കഴിക്കുന്നതൊക്കെ കൊള്ളാം. അല്ല ചേട്ടാ, എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഞാൻ പറഞ്ഞു ഓക്കെ, ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോ നാളെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ കുട്ടി ചിലപ്പോൾ കമാൻഡ് ചെയ്താൽ അതനുസരിക്കേണ്ടി വരും. സുധീഷേ ചൂടുവെള്ളം എടുത്തോളട്ടോ എനിക്ക് കുളിക്കാൻ പറയുമ്പോ ചൂടുവെള്ളം എടുക്കേണ്ടി വരും. ഇത് പറഞ്ഞാണ് ഞങ്ങൾ കളിയാക്കിക്കൊണ്ടിരുന്നത്. അവര് നല്ല രീതിയിൽ അറിയാത്ത രീതിയിലൊരു ഉപദേശം കൂടെ എനിക്ക് തന്നു എന്ന് വേണമെങ്കിൽ പറയാം. ക്ലൈമാക്സ് വർക്കായില്ല, സ്റ്റോറി അതുവരെ. അവരും നല്ല രീതിയിൽ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും നല്ല രീതിയിൽ കുടുംബജീവിതം നയിച്ചു. ജഗദീഷേട്ടൻ നല്ല ഫ്രണ്ടാണ് അവര്. അതെ, അത് കറക്റ്റാണ്. അത് പറയില്ല. അല്ല, ഈ ഒരു തലമുറയിലെ ഒരു സ്ത്രീ രീതിയിൽ ചിന്തിച്ചാല് ഈ പറഞ്ഞ കാര്യത്തോട് എങ്ങനെ യോജിക്കുന്നുണ്ട്? ആത്മാർത്ഥതയുണ്ടോ? എന്റെ ഹീറോയിനായിരുന്നു. ഒരു പടത്തിൽ എന്റെ ഹീറോയിനായിരുന്നു. ഇവിടെ കൂട്ടത്തിൽ ഞാൻ ചോദിക്കാൻ പറ്റുന്ന സ്ത്രീ തലമുറയിലെ സ്ത്രീകൾക്ക് ആത്മാർത്ഥത ഉണ്ടോ എന്നുള്ളത് പ്രണയത്തിനോ അങ്ങനെ ഉണ്ടോ? അങ്ങനെയല്ല, അതിപ്പോ ഓരോരുത്തരുടെ അങ്ങനെയല്ല. അത് ഉണ്ട്.
അല്ല അവര് പറഞ്ഞിരുന്ന ആ കാലഘട്ടത്തിലാണ് ആത്മാർത്ഥതയും അല്ലെങ്കിൽ ആ ഒരു ഇത് കൂടുതലെന്ന് പറഞ്ഞു. അപ്പൊ ആ കാലഘട്ടത്തിൽ പുള്ളിക്കാരത്തി ഇല്ലാത്തതുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ആ കാലഘട്ടത്തില്. ഇപ്പോഴത്തെ ഒരു സെൽഫ് അനാലിസിസ് വെച്ചിട്ട് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ തോന്നുന്നത്? എനിക്ക് മനസ്സിലായത് ഇപ്പം നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഒത്തിരി കൂടുതലാ, അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ആരെ ചൂസ് ചെയ്യണം എന്നുള്ള പ്രശ്നമാണോ? അങ്ങനെയല്ല, അങ്ങനെയല്ലേ അതെങ്ങനെ പറയാ, ഇപ്പൊ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് സിറ്റുവേഷൻഷിപ്പ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, അങ്ങനെ കുറെ പുതിയ പുതിയ ടേംസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അയ്യോ, കുറച്ചുകൂടെ സിമ്പിൾ ആയിരുന്നു. അല്ല സുധീഷേട്ടാ, ആ കാലഘട്ടത്തിൽ ഇങ്ങനെ കുറെ സാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിലോ? സിറ്റുവേഷൻഷിപ്പ് ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്, നമ്മളും ആ കാലഘട്ടത്തിൽ വരുമല്ലോ. നമ്മളിപ്പോ ഈ സത്യമായിട്ടും വിഷമം ഉണ്ടാവും. ആ കാലഘട്ടത്തിൽ ലിവിങ് ടുഗദർ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ല, എന്താ പറയാ, ദൈവം മനഃപൂർവ്വം ആ കാലഘട്ടത്തിൽ അങ്ങനെ കൊടുക്കാൻ കയ്യിൽ നിന്ന് പോകും. പിന്നെ മനോജ് പിന്നെ വിനീതമൊക്കെ എന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മനോജ് ഈ പ്രസ്താവനയോട് നിഷേധിക്കുന്നോ അതോ സ്വീകരിക്കുന്നോ? ഉറപ്പായിട്ട് നിഷേധിക്കുന്നു. ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ അത് ആ സിനിമയിൽ ജീവിക്കും. ലിവിങ് ടുഗദർ ആ സിനിമയിൽ കഥാപാത്രങ്ങളിലൂടെ. അത് കഴിഞ്ഞ് ക്യാമറ ഒരു നല്ലൊരു കാമുക ഹൃദയമുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വന്ന് പെടാൻ സാധ്യത ഉണ്ടായിരുന്നു. അതേപോലെ അതുകൊണ്ട് പറഞ്ഞു ഒരു കാമുക ഒരു പാട്ടൊക്കെ പാടി അവസാനിക്കും. അതാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. മനോജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഒരു പാട്ട് പാടി പ്രേമം അവസാനിപ്പിക്കും. ഏത് പാട്ടെന്നൊന്നും പറയാനില്ല. ഇന്നായിരുന്നു നോക്കിയിട്ട് ഒരു പാട്ട് പാടും, തീർന്നു, അതോടുകൂടി തീർന്നു. പാട്ട് പാടിയിട്ട് അതെടുത്ത് വയ്ക്കും, കഴിഞ്ഞു, പൊക്കൂടെ. ഏത് പാട്ടാ മനോജ് പാടി അവസാനിപ്പിക്കാൻ? ഇക്കരയാണ് എന്റെ മനസ്സ് പറയും. അറിയുന്ന ആൾക്കാരല്ലേ. ഇക്കരയാണ് എന്റെ. വേറെ ഉപദ്രവം ശല്യമൊന്നുമില്ല, അവർക്കും വിഷമമില്ല, മനോജിനും വിഷമമില്ല. അല്ല, ആ സമയത്ത് അല്ലാതെ ശല്യമാണ്. പക്ഷെ വേറെ പേരുണ്ട്. വിനീതാണെങ്കിൽ ഒരു ബോണസ് കൂടെ കിട്ടിയെന്നെ, ഒരു ചെറിയ ഡാൻസ് ഉള്ളത്. ഡാൻസ് പാട്ടിൽ ഒതുങ്ങി അത് ഒരു ചെറിയ ഡാൻസും കൂടെ കളിച്ചിട്ട് അവർ ഹാപ്പിയായി. പ്രേമോദാരനായി നല്ല കാര്യങ്ങളല്ലേ. അണയൂ നാഥ. അതെ അതെ, പാട്ടും ഡാൻസും. പക്ഷെ ഇന്നത്തെ കാലത്ത് അതല്ലല്ലോ. അതെ, പാട്ട് ഡാൻസ് മാത്രം പോരല്ലേ? ഇന്നത്തെ കാലത്ത് താണ്ഡവല്ലേ. അല്ല, ഇന്ന് കാശ് ചെലവാക്കണം. അന്ന് ഇവരതൊന്നും ചെയ്യും. അന്ന് പാട്ടും ഡാൻസും കളിച്ചിട്ട് ഒപ്പിക്കും ഞങ്ങൾ. ടാലന്റ് മതിയായിരുന്നു. ഇന്ന് ടാലന്റ് മാത്രം. കോഫി ഷോപ്പിൽ കൊണ്ടുപോകണം, ഹോട്ടലിൽ കൊണ്ടുപോകണം, ഒരുപാട് ചെലവുണ്ടെന്ന്. കുറഞ്ഞത് ഒരു പ്രേമം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എത്ര രൂപ വേണ്ടി വരും? ഒരു 1.5 ലക്ഷം രൂപ വേണ്ടി വരും പെർ മന്ത്. കറക്റ്റ് ആയിരിക്കും. 1.5 ലക്ഷം രൂപയല്ലേ? അതിനുവേണ്ടി മാത്രം മാറ്റി വയ്ക്കാറുണ്ട് ഫണ്ടല്ലേ? അല്ല, നമ്മൾ തമ്മിലുള്ള ഫൈറ്റിന്റെ ഇടയിൽ ചില ഫാക്ട്സും കൂടെ രേഖപ്പെടുത്താൻ എനിക്ക് താല്പര്യമുണ്ട്. ഈ ഗണേശും ലക്ഷ്മിയും അവരുടെ ചില പ്ലസ് പോയിന്റ്സ് ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, അവര് സാധാരണയിൽ പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു നല്ല മോഡൽസ് ആണ്. അവർ ഈ സബ്ജക്റ്റിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. തീർച്ചയായും ഫുൾ ടൈം സെറ്റിൽ എപ്പോഴും ഫുൾ ടൈം അല്ലേ? അല്ല, പിന്നെ കർണാടക പോയപ്പോൾ ചെറിയ ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഫുഡ് അന്വേഷിച്ചിട്ട് ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് പോകും. അതുകൊണ്ട് ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇവര് ആൾക്കാർക്ക് എന്ത് വേണോ ഫുഡ് ഇവര് കൊടുക്കുമായിരുന്നു. അശോകന് ഡെയിലി വൈറ്റ് ഓംലെറ്റ് വേണമായിരുന്നു. അതിന്റെ രണ്ടുപേരും സൗന്ദര്യത്തിന്റെ രഹസ്യമാണോ? വൈറ്റ് ഓംലെറ്റ് അത് ആദ്യമൊന്നും അറിയില്ലായിരുന്നു മനോജിന്. മനോജ് വേറെ ഞാനാ കണ്ടുപിടിച്ചത്. അല്ല, പിന്നെ അതിന് ലിമിറ്റ് വിട്ടപ്പോ പേയ്മെന്റ് അസിസ്റ്റന്റ് കൊണ്ട് ഇങ്ങനെ പൊത്തിക്കൊണ്ട് ചെറിയൊരു പദ്ധതി ഇട്ട് കൊടുക്കും. എല്ലാ ദിവസം കാണുന്നുണ്ട്. അപ്പൊ ഞാനൊരു സീന് ഒളിഞ്ഞു നോക്കി നോക്കിയപ്പോ വൈറ്റ് ഓംലെറ്റ് സ്പൂൺ ഇട്ട് കഴിച്ചോണ്ടിരിക്കുക. പിന്നെ ഇടയ്ക്ക് ഹോർലിക്സും ഉണ്ട്. ഇല്ലല്ല, ഹോർലിക്സ് അതവിടെ കേട്ടോ. ഹോർലിക്സ് അവിടെയാ. ഇതില് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം ഇവരെയാണോ? ചോദ്യമാണ്. ഒന്ന് സൈലൻസ് ഒന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. ഓരോരുത്തരെ ചൂണ്ടി ഞാൻ രാമനായർ ജനറലായിട്ട് പറഞ്ഞോ.
ജഗദീഷേട്ടൻ, മനോജേട്ടൻ, സുധീഷേട്ടൻ എല്ലാവരും. വിനീതേട്ടൻ കുറച്ച് അതില് ഒരു സട്ടിലാണ്. സ്വീറ്റ് ആൻഡ് കൈൻഡ് ടു എവരിവൺ. ചിരിച്ചോണ്ട് കൊല്ലുമല്ലേ? ചിരിച്ചോണ്ട് കൊല്ലും. ബാക്കി 4 പേരും ഇവരെ കിട്ടിക്കഴിഞ്ഞാൽ നന്നായി റോസ്റ്റും ഗ്രില്ലും ചെയ്യാറുണ്ട്. നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഞാനില്ല, ഞാൻ ഒന്നിനില്ല. അയ്യോ പിന്നെ ആളാണ് പെട്രോൾ മനോജേട്ടൻ വളരെ സൈലന്റ് ആണ്, പക്ഷെ ഇടയ്ക്ക് 6 അടിക്കും. സൈലന്റ് കില്ലർ. അല്ല, അത് മാത്രമല്ല, നാരദനും കൂടെയാണ്. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കളിയാക്കുന്നതിന്റെ ആണിക്കല്ല് അല്ലെങ്കിൽ ബ്രെയിൻ എന്ന് പറയുന്നത് ചാണക്യനാണ്. ഞാനതിനോട് യോജിക്കുന്നുണ്ട്. അതായത് മനോജേട്ടന്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് അശോകേട്ടനും ജഗദീഷേട്ടനുമാണ് എപ്പോഴും ഇവര് ഇൻഹരിയർ നഗറിൽ ഇൻഹരിയർ നഗറിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. ഇപ്പൊ ഇപ്പോഴും ഇവരുടെ കൂടെ മനോജേട്ടനും ഉണ്ടാവും. എന്നിട്ട് മനോജേട്ടൻ ഇടയ്ക്ക് വന്നിട്ട് പറയും അശോകനും ജഗദീഷ് അങ്ങോട്ടും കൂടെ അവിടെ മറ്റേ തീയിട്ടത് മനോജേട്ടൻ. തർക്കിക്കാനുള്ള വഴിമരുന്നിട്ടിരുന്ന മനോജാണ്. രാവിലെ വന്നൊരു പരദോഷം നടത്തിയിട്ട് പോകും. എത്ര കാലമായി തുടങ്ങിയിട്ട് മടുപ്പില്ലേ നീ ഞാൻ ആലോചിക്കുന്നത്. അല്ല, എന്നിട്ട് അത് മാത്രമല്ല, എന്നിട്ട് ഒന്നും അറിയാത്തവരെ സംസാരിക്കുന്നത് ഒരു പാവമായിട്ട്. അഥവാ ഇവരൊന്ന് ലൂസായി കഴിഞ്ഞാൽ ഒന്നുകൂടെ കത്തിച്ചിട്ട് ഒന്നുകൂടെ കറങ്ങി വീണ്ടും പറഞ്ഞിട്ട് പോകും. മനോജ് എപ്പോഴും ഡീസലും തീപ്പെട്ടിയും കാണും. കത്തിച്ചിട്ടേ വിടുള്ളൂ. ഈ കളിയാക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പറഞ്ഞ ഒരു ജനറേഷൻ ക്ലൈമാക്സ് നിങ്ങൾ കൂടുതൽ എന്നാൽ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ഇത് കൂടുതലായിട്ട്. കാരണം ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന കമന്റുകൾ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഒരു കാറ്റഗറി ആളുകൾ, അതൊരു ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ കുറവ്. ഞാനൊരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു. ആ ഒരു വ്യത്യാസം അല്ല, ഞാനത് സ്വഭാവമാണ് എക്സാമ്പിൾ പറഞ്ഞതാണ്. അവിടെ ഉണ്ടാവുന്ന വ്യത്യാസം ചോദിച്ചിട്ട് പറയാം. അത് പണ്ട് അത്രയും കൂട്ടമായിട്ടിരുന്ന് ഇങ്ങനെ വെർച്വലി അറൌണ്ട് ദ വേൾഡ് ഇരുന്ന ആൾക്കാർ പറയുമോ എന്നുള്ളത് ഡൗട്ടാണ്. അതിനുള്ളൊരു പ്ലാറ്റ്ഫോം ഒന്നും ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും ഓരോ മുക്കും മൂലയിലിരുന്ന് പരദൂഷണങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ടാവും, കളിയാക്കലുണ്ടായിരിക്കും, വലിച്ചു കയറി ഒട്ടിച്ചിട്ടുണ്ടാവും പലരെ. ആരും അറിഞ്ഞിട്ടില്ല. പബ്ലിക്കിന് മുന്നിൽ അന്നുണ്ട്. ഇന്ന് കുറച്ച് മാന്യത ഉണ്ടെന്നാണ് ഞാൻ പറയുള്ളൂ. ഈ കളിയാക്കലിന്റെ കാര്യം വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേരിട്ടുള്ളത് വിനീതേട്ടനാണ്. ഒരു ടൈമിൽ സോഷ്യൽ മീഡിയയിൽ അതിനെല്ലാം വളരെ ഈസി ആയിട്ട് ചിരിച്ച് തള്ളിയിട്ടുള്ള ഒരാളുമാണ്. ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. മറ്റേ കാംബോജി 2-ന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അതിനെ ആ സെൻസിൽ എടുത്താൽ മതി എന്നുള്ള രീതിയിൽ. വിനീതേട്ടൻ എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങളെ കാണുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വളരെ റെയറായിട്ട് കാണാറുള്ളൂ. പക്ഷെ കണ്ടാൽ തന്നെ ഞാനത് ആസ്വദിച്ചങ്ങ് വിടും. ആക്ച്വലി കാംബോജി ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം. അൺഫോർച്ചുനേറ്റ്ലി അവരിങ്ങനെ ഈ ട്രോൾ ചെയ്ത് അതിൻ്റെ സീരിയസ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി ആൻഡ് എൻ്റെ കരിയറിലെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ റോൾസ് ആസ് എൻ ആക്ടർ. വിനീത് ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രീതിയിലാണ്. അങ്ങനെ മോശപ്പെട്ട ഒരു കാര്യം എവിടെയെങ്കിലും വന്നാൽ സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞാൽ വിനീത് അതിന് മറുപടി കൊടുക്കില്ല. വിനീത് പോയി സ്വന്തം മുറിയിൽ കുറ്റിയിട്ടിട്ട് ഒരു ഡാൻസ് കളി വേർത്ത് കുളിച്ചിട്ട് വീണ്ടും വന്നിട്ട് അപ്പൊ അത് കംപ്ലീറ്റ് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾ വെരി ഹെൽത്തി കേട്ടോ. there's no personal attack. മനോഹരൻ ശരിക്കും ഇത് പറഞ്ഞാൽ തിരിച്ച് എൻജോയ് ചെയ്യുന്ന ആളാണ്. ഓരോ ദിവസവും അല്ലെങ്കിൽ പാട്ടുകൾ പാടിയിട്ട് എനിക്കൊന്ന് കൊറോണ ടൈം ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്തത് മനോഹരനായിരുന്നു. ഓരോ ദിവസവും ഓരോ പാട്ട് വെച്ച് കൃത്യമായി ഫേസ്ബുക്കിൽ പോയിക്കൊണ്ട് സിനിമയിലെ ഒരു പണിയുടെ വീട്ടിലിരിക്കില്ല, ആളുകളായിട്ടൊരു ബന്ധം നിലനിർത്താൻ വേണ്ടി ചെയ്തു തുടങ്ങി. ഇപ്പൊ എനിക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ സമയം. അത് രസമാണ്. ഞാൻ വളരെ എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ അപ്പോഴും ചാണക്യ തന്ത്ര മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്ത് മോശമാ എന്നെ സുമ്മാവാ നല്ലതാ അപ്പടിതാ. അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ UK യിലുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മനോജ് ചേട്ടൻ. പമ്പിലൊക്കെ പോയി പെട്ടെന്ന് അവിടെ അത് നടക്കൂല. അവിടെ പമ്പിൽ ആളൊന്നുമില്ല, ഹെൽപ്പ് ചെയ്യാൻ ആളൊന്നുമില്ല. നമ്മളിറങ്ങി നമ്മള് തുറന്ന് നമ്മളെടുത്ത് അടിക്കണം. അടിച്ചുകൊണ്ട് പൈസ കൊടുത്തിട്ട് അപ്പൊ ഒരു പാട്ടുകൂടെ പാടും.
പമ്പിൽ പോകുന്ന സമയത്ത് അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. പാട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഹൈലി ഇൻഫ്ലാമബിൾ പാട്ടും ഫോണും. ദേഷ്യം അതിനകത്ത് അത്ര ആക്റ്റീവ് ആവുന്നില്ലേ? എന്താണ് അത്? തോന്നിയിട്ടില്ല അങ്ങനെ. മനോജ് ആക്റ്റീവ് ആയിട്ടുണ്ടല്ലോ. എന്റെ അഡ്മിനാണ്. ഞെട്ടിക്കുന്ന വിവരമായി പോയി. എല്ലാവരും ജഗദീഷ് ചേട്ടൻ ഓൾറെഡി ആക്റ്റീവ് ഞാൻ മച്ച് ആക്റ്റീവ് അല്ല അല്ലേ? അപ്പൊ ഈ മനോഹരൻ അയക്കുന്ന മെസ്സേജ് എല്ലാം ജഗദീഷ് കാണുന്നുണ്ട്? ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞു. അഡ്മിനല്ല, അഡ്മിനൊന്നല്ല. എന്റെ അഡ്മിനിസ്ട്രേഷൻ ഞാനാണ്, പുറത്താർക്കും കൊടുക്കുന്നില്ല. ശരിക്കും നമ്മൾ നേരത്തെ ഇവരുടെ മികച്ച സിനിമകൾ പറഞ്ഞില്ലേ, ശരിക്കും ഇവർ ഓരോ ടൈറ്റിൽ കാർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വീതം കൊടുക്കും ഓരോ നടന്മാർക്ക്? സൂപ്പർ സ്റ്റാർ അല്ല മെഗാസ്റ്റാർ എന്നൊക്കെ പറയുന്ന പോലെ ഇവർക്ക് ഓരോരുത്തർക്കും എന്ത് ടൈറ്റിൽ കാർഡ് നിങ്ങൾ കൊടുക്കും? ആദ്യത്തെ പടത്തിന്റെ പേര് തന്നെ കൊടുക്കാമല്ലോ. പെരുവഴി അമ്പലം പെരുവഴി ആക്ടറാ, പെരുവഴി സ്റ്റാർ. അതിനെക്കാട്ടല്ല അമ്പലം സ്റ്റാർ. അമ്പലം സ്റ്റാർ ആണോ? അമ്പലമുണ്ട്. സുധീഷ് ചേട്ടനോ? അതാണ് എന്റെ അമ്പലം സ്റ്റാർ, ടെമ്പിൾ സ്റ്റാർ. സുധീഷയുടെ കോളേജ് സ്റ്റാർ. യൂത്ത് ഐക്കൺ. ജഗദീഷ് ചേട്ടൻ എവർ റോളിംഗ് ട്രോഫി. എവർ റോളിംഗ് സ്റ്റാർ. എല്ലാ ഞാൻ പറയട്ടെ, എവർ ട്രോളിംഗ് സ്റ്റാർ. അവരും പറയട്ടെ, സോഷ്യൽ മീഡിയ സ്റ്റാർ. സെൻസേഷണൽ സ്റ്റാർ. അത് കൊള്ളാം, സെൻസേഷൻ. ഓക്കെ, വിനീത്. ഒരുപാട് പേരുകൾ. ഡാൻസിങ് സ്റ്റാർ. അത് പറ്റില്ല. അതല്ല, വിനീത് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? നോട്ട് റെഗുലർലി. ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, പ്രോഗ്രാംസ് ഉണ്ടാവുമ്പോൾ പ്രാക്ടീസ് ചെയ്യും. പക്ഷെ അതിപ്പം നോട്ട് ടു മെനി, ഇടയ്ക്കൊക്കെ ചെയ്യുന്നു. ഈ വൈശാലിയിൽ ആദ്യം നോക്കിയതല്ല, എന്നെ ഫിക്സ് ചെയ്തിരുന്നു ആ സമയത്ത്. എനിക്ക് അന്ന് ഒരു 14 വയസ്സുള്ള ഒരു ഋഷിശൃംഗനായിരുന്നു എന്ന് തോന്നുന്നു MT സാർ. ഐ തിങ്ക് ഈവൻ ഇൻ മഹാഭാരത ദറ്റ് ഏജ് ഓഫ് ദറ്റ് വെരി ടെൻഡർ ലിറ്റിൽ ബോയ് ആയിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് 89 അത് മാറിയപ്പോഴാണ് വീണ്ടും വിളിച്ചിരുന്നു എന്നെ. ആ സമയത്ത് ഐ വാസ് ഹെൽഡ് അപ്പ് വിത്ത് സം അതർ പ്രോജക്ട്സ് ആൻഡ് എക്സാം. അങ്ങനെയാണ് കാസ്റ്റിംഗ് മാറിപ്പോയത്. അല്ല, പക്ഷെ ഓഫ് കോഴ്സ് അതിന്റെ ഫ്രഷ്നെസ്സും ആ പടത്തിന്റെ ബ്യൂട്ടിയും ആ കാസ്റ്റിംഗ് ആയിരുന്നു. ആ പുതുമ എന്നുള്ളത് ആ ക്യാരക്ടേഴ്സ് ചെയ്ത ആർട്ടിസ്റ്റിനായിരുന്നു അതിന്റെ ഒരു ഹൈലൈറ്റ് ആ സിനിമയിൽ. ഇപ്പോഴത്തെ ജനറേഷൻ അത് കൂടുതൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇവർ ഈ പറഞ്ഞ പക്കാ പ്രൊഫഷണൽ, ഇപ്പം സാറാണെങ്കിലും അവരുടെ കാലഘട്ടത്തിൽ എന്താ ഫ്രണ്ട്ഷിപ്പിന് കുറവ്? രണ്ടുപേരും മാത്രം എടുത്താൽ പോലെ. ആക്ച്വലി അന്ന് അന്ന് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനം വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പൊ ജഗദീഷ് ചേട്ടൻ എന്നെ കാണാൻ വരികയാണെങ്കിൽ എന്നെ പുള്ളി ഫോൺ ചെയ്ത്, എടാ ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്, ഞാൻ അങ്ങോട്ട് വരിക എന്ന് പറയും. 3 മണിക്കൂറിനകം പുള്ളി വന്നില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഐ ക്യാൻ ടേക്ക് ദ ഫോൺ ആൻഡ് എവിടെ എത്തി, എന്താ വരാത്തതെന്നുള്ളൂ. അപ്പോൾ അന്ന് ഈ പറയുന്ന വാക്കിനും ഈ ടൈമിനും ഹൈ വാല്യൂ ദാൻ നൗ. ബിക്കോസ് ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ലിമിറ്റഡ്നെസ് കാരണം ഞാൻ വരാം, അല്ലെങ്കിൽ 4 മണിക്ക് നമ്മൾ ഇവിടെ കാണാമെന്ന് പറഞ്ഞാൽ അവിടെ 4 മണിക്ക് കണ്ടിരിക്കും അവർ. അല്ലാതെ അല്ലെങ്കിൽ അതെ ഞാൻ ചെറിയ ട്രാഫിക് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ പറ്റില്ല. അനന്തരം സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പരസ്യം എൻ്റെ ചെറുപ്പകാലമായിട്ട് പരസ്യം ചെയ്തിട്ടാണ് സുധീഷ് വരുന്നത്. പത്രത്തിനകത്താണ്. അതിൽ പത്രത്തിൽ അശോകേട്ടൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് ഞാൻ അനന്തരത്തിൽ അഭിനയിക്കാൻ, അശോകേട്ടൻ്റെ ചെറുപ്പകാലം അഭിനയിക്കാൻ വേണ്ടിയിട്ട് 8 വയസ്സുള്ളതും 14 വയസ്സുള്ള 2 പേരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പത്രത്തിൽ ഒരു ഇന്നത്തെ ഓഡീഷൻ പോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഓഡീഷൻ പോലെ പത്രപരസ്യം അതിൽ നമ്മൾ അയച്ചിട്ടാണ് ഈ പറഞ്ഞ ഇൻ്റർവ്യൂവിന് വേണ്ടി ക്ഷണിക്കുന്നതും. അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്തിട്ടാണ്. അന്ന് സുധീഷേട്ടനെ കൊണ്ട് ചെയ്യിച്ചത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? അല്ല, അന്ന് ചെയ്യിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് സ്കൂളിലൊക്കെ 1ാം ക്ലാസ് മുതൽ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുമായിരുന്നു. മോണോ ആക്ട്, ഡ്രാമ എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയപ്പം കൊല്ലത്ത് വെച്ചായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 10, 60, 70 പേരുണ്ടായിരുന്നു. അശോകേട്ടൻ്റെ തനി ചായയുള്ള ഒരു 5-6 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അശോകേട്ടൻ ചായ അല്ല
എന്തോ ഒരു ആ ഏക്ക് ഒരു ഭയങ്കര കനം. അല്ല അതില് പരസ്യത്തിൽ പ്രത്യേകം കൊടുത്തിരുന്നു അങ്ങനെ ചായ ഉള്ളത് അത് അതുകൊണ്ട് സംഭവിച്ചതായിരിക്കും. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ എനിക്കൊന്നും കിട്ടൂല, കാരണം അവരൊക്കെ കാസ്റ്റ് ചെയ്യാനൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ അവരുദ്ദേശിച്ച അതല്ല. അശോകൻ്റെ ചെറുപ്പകാലം ഒരു ഏകദേശം എങ്ങനെ ഉണ്ടാവും, പിന്നെ ബാക്കി പെർഫോമൻസ് ആണ് നോക്കിയിരുന്നത്. ഇത്രയും പറഞ്ഞു ജഗദീഷ് ചേട്ടാ, അശോക് ചേട്ടനെ എത്ര ഇഷ്ടമാണ് ജഗദീഷ് ചേട്ടനെ? ഈ ഇഷ്ടത്തിൻ്റെ കാര്യത്തിൽ അശോകനെ നടൻ നിലയിലും ഒരു മനുഷ്യൻ നിലയിലും എല്ലാം ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഈ സിനിമയിൽ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുമ്പോഴല്ലോ ഇതിന് പരിമിതികളുണ്ട്. അത് ഞാൻ എപ്പോഴും പറയും. കാരണം ഡെയിലി നമ്മൾ ഫോൺ ചെയ്യുക അതൊന്നും നടക്കാത്ത കാര്യമാണ്. സിനിമയിൽ അതൊരിക്കലും ഒരു നമ്മൾ പ്രാക്ടിക്കലാണ്, വളരെ പ്രാക്ടിക്കലാണ്. അല്ല ഡെയിലി വിളിച്ചിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വിളിക്കാതിരിക്കുമ്പോൾ അവിടെ ഒരു അകൽച്ച ഫീൽ ചെയ്യും. അതിനേക്കാളും നമ്മൾ എന്താവശ്യം ഉണ്ടെങ്കിലും അശോകൻ എന്നെ വിളിക്കാറുണ്ട്, ഞാനും വിളിക്കാറുണ്ട്. മനോജൻ്റെ അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാറുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സുധീഷിനെ വിളിക്കാറുണ്ട്. അതാണ് സിനിമയിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ അൾട്ടിമേറ്റ്ലി ഇതൊരു സിനിമ ഒരു പൂർണ്ണമായ കച്ചവടമാണ്. അതെ, അത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് കാര്യം. അത് ഇപ്പൊ പറഞ്ഞില്ലേ, അശോകൻ പറഞ്ഞ 100% ഞാൻ യോജിക്കുന്നു. പ്രാക്ടിക്കലാണ്. ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരാളോട് സ്നേഹം ഇല്ലാതിരിക്കുക കൂട്ടിക്കാൻ. അശോകന്റെ ഏറ്റവും വലിയ പേഴ്സണൽ കാര്യങ്ങൾ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ച് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈ തമാശയും കളിയും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലൊന്നും അല്ല. വളരെ സീരിയസ് ആയിട്ട് അത് ഞാൻ കേട്ടിട്ട് സീരിയസ് ആയിട്ട് തന്നെ അതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ അശോകന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ സമയത്തെങ്കിലും അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെല്ലാം കൂടെ അതും തമാശയാണ്. അല്ല, അവിടെ ഞങ്ങള് പച്ചയായിട്ടുള്ള മനുഷ്യരാണ്. എന്റെ ഒരു കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, വളരെ ഒരു സംഭവം എന്ന് വെച്ചാൽ അശോകന്റെ ഒരു താല്പര്യം കൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ അശോകന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അശോകൻ എന്നോട് ചോദിക്കും. അശോകൻ ചോദിക്കേണ്ട ഒരു കാര്യം എന്നാലും അശോകൻ പറയും. അശോകൻ പുതിയ ചെന്നൈയിൽ വേറൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു. ആ ഏരിയയിൽ പിന്നെ നല്ല ഏരിയയാണ് ജഗദീഷ്, ഒരു സ്ഥലം അവിടെ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കും, നമുക്ക് അവിടെ റിട്ടയർഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ബെസ്റ്റ് ആയിരിക്കും, ജഗദീഷ് അങ്ങോട്ട് പോവാം എന്ന് പറയും. അത് അശോകന് പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷേ അശോകൻ അത് നല്ല, എനിക്ക് ചെന്നൈ ഇഷ്ടമാണ്. എനിക്ക് ബേസിക്കലി ചെന്നൈയൊക്കെ ഇഷ്ടമാണ്, മെട്രോപൊളിറ്റൻ സിറ്റീസൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പറയും, വരട്ടെ അശോക, നമുക്ക് നോക്കാം. അങ്ങനെയുള്ള നമ്മളുമായിട്ടുള്ള അടുപ്പമുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ പറയും. പിന്നെ ഈ പറയുന്ന പോലെ ഞങ്ങളൊക്കെ വിട്ടിട്ട് ഒരു മനസാക്ഷിയില്ല UK ഇടയ്ക്കിടയ്ക്ക് പോകും. ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഫോൺ ചെയ്യും. ഞാനും അശോ വീണ്ടും പോയില്ലേ, സാരമില്ല. ഞാൻ പറയും അശോന്റെ അടുത്ത്, അശോ വൈഫിന്റെ അടുത്തല്ലേ പോയത്. അല്ല എന്നാലും അത് ഇടയ്ക്കൊക്കെ നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് പോവാം, പക്ഷെ അത് പറയില്ല. വീട്ടിലും പോകാൻ പോയി, വീട്ടിൽ പോകുന്നല്ലേ. അല്ല ഞങ്ങളൊക്കെ UK എന്നുള്ള വീട് എന്റെ ഭാര്യയും കൊച്ചോടല്ലേ, എനിക്ക് പോകാതിരിക്കാൻ പറ്റും. ഭാര്യയും കൊച്ചും അവിടെ ഉണ്ട്. അതിന്റെ അത്രയും സ്നേഹം ആവാം. അല്ല UK ഇന്ത്യയെക്കാളും വലുതല്ല. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇന്ത്യയാണ്. ഇന്ത്യൻ ബ്രിട്ടീഷ് ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകും. കേരളം എന്ന് കേട്ടാൽ ചോര ഞരമ്പുകളിൽ. ഇവിടെ അത്ര ചിറക്കണ്ട. നമ്മളില്ലേ, നമുക്ക് നമ്മുടെ ഇന്ത്യയാണ്, ഭാരതമാണ് വരുന്നത്. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴത്തെ തലമുറയിൽ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത്യാവശ്യമാണോ സിനിമയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യാന്നുള്ളത്? അങ്ങനെ ഒരു അത്യാവശ്യം ഉണ്ടായിട്ടല്ലോ നമ്മൾ കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുന്നത്. അല്ല ഞാൻ അത്യാവശ്യമായിട്ടുണ്ടല്ലോ ഫ്രണ്ട്ഷിപ്പ്. കാരണം നിങ്ങളുടെ മുഖം ഒന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു റോള് വരുമ്പോൾ വിളിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് അയാൾ സംവിധായകനുമായ ഒരു ഗീവ് ആൻഡ് ടേക്ക് അല്ലെങ്കിൽ ഒരു ഹായ് ബൈ എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട്. ഇല്ല, അങ്ങനെ നമ്മള് നല്ല സുഹൃത്താണെങ്കിൽ ഒരിക്കലും വിളിക്കില്ല. നല്ല സുഹൃത്താണെങ്കിൽ ഞാനൊരു കാര്യം തുറന്ന് പറയാം. ഞാൻ ഗണേശിനെയും ലക്ഷ്മിയും വിളിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ഹാർഡ് വർക്കും അവരുടെ സക്സസ്സുമാണ്. അവരുടെ സക്സസ്, അവരുടെ ഹാർഡ് വർക്ക് ഇല്ല, അവർ പൊളിഞ്ഞ പടങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ ഇത്രയും വിളിക്കില്ല. അത് മനസ്സിലായിക്കോളൂ. ഞാൻ വിളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സക്സസും കൂടെ അതിനകത്ത് റിലേറ്റഡ് ആണ്. അവര് നല്ല കഥയായിരിക്കും എടുക്കുക. അപ്പൊ അങ്ങോട്ട് വിളിച്ചു ചോദിക്കും, നമ്മൾ ഗണേശ് എന്തൊക്കെയുണ്ട് ചോദിക്കും, നമ്മൾ ചോദിക്കും. നേരെ മറിച്ച് ഗണേശ് ഒട്ടും വർക്ക് ചെയ്യാതെ തല്ലിപ്പൊളി കുറെ പടം എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഗണേശന്റെ ഫോൺ കണ്ടിട്ട് ഗണേശ് പിന്നെ വിളിച്ചാൽ മതിയോ? ഇപ്പൊ ആരാണ് ചാണക്യൻ? ഞാനാണോ? അല്ല, യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. അത് റിയാലിറ്റി. അല്ല, ഇത് കറക്റ്റുള്ള ശരിക്കുള്ള കാര്യം പറഞ്ഞു.
ആ ചാണക്കിനല്ലത്. അല്ല ഞാൻ മറ്റേ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പൊട്ടിയ സിനിമയുടെ പ്രൊഡ്യൂസറെ പൂജയ്ക്ക് പോലും വിളിക്കില്ല എന്ന് പറഞ്ഞു. അല്ല ആ പൊട്ടിയ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പതി ഉണ്ട്. പ്രൊഡ്യൂസർ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പൊട്ടിയാൽ ഞങ്ങൾക്ക് പ്രൊഡ്യൂസറോട് വിഷമവും സിമ്പതിയും ഒക്കെ ഉണ്ട്. നേരെ വെച്ചാൽ അയാൾ ഉഴപ്പി അയാൾ സെറ്റിൽ വരുന്നില്ല, അയാൾക്ക് കഥ അറിഞ്ഞൂടാ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിഷമവും തോന്നില്ല. ഞങ്ങൾക്കും തോന്നും കഥയിൽ ശ്രദ്ധയില്ല, കഥ തെരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധയില്ല, പിന്നെ എങ്ങനെയാണ് പടം പരാജയപ്പെടാതിരിക്കുന്നത് നമുക്ക് തോന്നുന്നു. അരുൺ വാതറന്നിട്ടില്ല കേട്ടോ, അവൻ ആ മൂലക്ക് ഇരുന്നുണ്ട്. പറയാനുണ്ടോ? എല്ലാവരും പറഞ്ഞോട്ടെ. ഒരു ഈ കണ്ണട കഴിച്ചോട്ടെ, ഭയങ്കര തലവേദന. ശീലമില്ലേ? കിട്ടിയതാണ്, അതുകൊണ്ടാണ്. ഒരു പാട്ട് പാടി നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങൾ 4 പേര് പാടാം. ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എന്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എന്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്രികേ. വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ഈ ഷോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റൂ. ഏറെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഓരോ മലയാള പ്രേക്ഷകരും ഈ സിനിമയെ കാത്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ പടങ്ങളൊക്കെ പോലെ തന്നെ ഈ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.